ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. അപ്പോൾ ഇന്നിവിടുന്ന് ഇറങ്ങാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മെയിൻ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം, സിറ്റി ലൈഫിൽ നിന്നെല്ലാം മാറി. കാരണം ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും വണ്ടിയുടെ ബഹളവും അത് ഇതും. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പെഡൽ ബോട്ടിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ പിള്ളേരുമായിട്ട് വരുമ്പോഴും ഫിഷിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫിഷ് കിട്ടി. ഫിഷ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊണ്ടുപോകാൻ. ഫ്രൈ ചെയ്യണം, വലിയ ഫിഷിനെ ഫ്രൈ ചെയ്യാം. സ്റ്റാഫിന്റെ ഇടപെടലും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം എന്ത് കാര്യത്തിനും വിളിച്ചോളാൻ പറഞ്ഞിട്ട്. നൈറ്റും ഉണ്ടായിരുന്നു. ആംബിയൻസ് എല്ലാം ഇതായിരുന്നു. അതുപോലെ ഈ 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളും. യൂഷ്വലി ഒരു റൂമിൽ ഒരു TV ആണ്. ഇവിടെ 2 TV ഉണ്ട്. കൊച്ചിന് TV, വലിയവർക്ക് ഒരു TV. ബാക്ക് ടു കോട്ടയമാണ്. അതോ പോകുന്നതായിരിക്കും നമ്മുടെ ടോഡി പബ്ബിൽ കയറുന്നുണ്ട്? ഇല്ല, നേരെ കോട്ടയാണ്. കൊമരകത്തൊരു ഇതുണ്ട്. കൊമരത്ത് കയറേണ്ട ആവശ്യമുണ്ട്. നേരെ കൊമരകാണ്. ഓക്കെ. അപ്പൊ ശരി, നെക്സ്റ്റ് ടൈം എന്താണേലും വരിക. നെക്സ്റ്റ് വെക്കേഷൻ നെക്സ്റ്റ് ടൈം കൂടുതൽ മോഡിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടുണ്ടാവും. ശരി.